അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു പ്രിയപ്പെട്ട നാട്ടിലെ സഹോദരി സഹോദരന്മാരെ, സ്നേഹനിധികളായ മുതഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ന് ഈ വേദിയിൽ നിങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെ എണീറ്റ് നിന്ന് ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ തൗഫീക്ക് തന്ന നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഈ ഒരു മനോഹരമായ അൽ മവദ്ദയുടെ വേദിയിൽ യഥാർത്ഥ ധർമ്മത്തിൻ്റെ പ്രവാചകൻ എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ തന്നെ കേന്ദ്രം എന്ന് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കാൻ കാരണക്കാരെന്ന് പറയുന്നതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അറബി മാസം റബീഉൽ അവൽ 12-ന് മക്കയിലാണ് പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകൻ പിറവി കൊള്ളുന്നത്. ആ സമയത്ത് അറേബ്യ എന്ന് പറയുന്നത് എല്ലാവിധ അധാർമിക പ്രവർത്തനങ്ങൾക്കും പേരുകേട്ട രാജ്യമായിരുന്നു. അവിടെ കാര്യമായിട്ടും വ്യഭിചാരം, അതുപോലെ മയക്കുമരുന്നുകൾ, കള്ളിൻ്റെ ഉപയോഗം, ഇതിനെല്ലാം അക്കാലത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രസക്തി കൊടുത്തിരുന്നു. അന്നത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് സമ്പത്ത് ചെലവഴിച്ചിരുന്നത് 3 W വേണ്ടിയിട്ടായിരുന്നു. 1 വാറ്, യുദ്ധം; 2 വൈൻ, കള്ള്; 3 വുമൻ, പെണ്ണ്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ജനങ്ങൾ കാര്യമായിട്ടും അവരുടെ സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് ഭൂജാതനാവുന്ന ആ സമയത്തോടുകൂടെ അവർ അതുവരെ ആരാധിച്ചിരുന്ന ദൈവങ്ങളെല്ലാം തലകീയായി മറിയുകയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം നമുക്കെല്ലാം അറിയാം, വളരെയധികം അത്ഭുതം നിറഞ്ഞൊരു ജനനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധമാക്കപ്പെട്ട മുൻപ് കഴിഞ്ഞുപോയ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ മുൻപ് കഴിഞ്ഞുപോയ ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ മുത്തുനബി തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ജനനത്തെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വീതിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 6-ാമത്തെ വയസ്സിൽ തന്നെ അവിടുന്ന് ഉമ്മയും ഉപ്പയും മരിച്ച ആ ഒരു പരിപൂർണമായ അനാഥനായ അവസ്ഥയിലേക്ക് എത്തുകയാണ്. മാത്രമല്ല, അതോടുകൂടെ അവിടുന്ന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയാണ്. എന്നാൽ ഏറ്റെടുക്കപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ കംപ്ലീറ്റ് പെർഫെക്ഷനോടുകൂടെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുകയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ ജനങ്ങൾ ആ അറേബ്യയിലെ എല്ലാവിധ അധാർമിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ജനങ്ങൾ വരെ മുത്തുനബിയെ വിളിച്ചിരുന്നത് അൽ അമീൻ എന്നായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഇങ്ങോട്ട് ജീവിച്ച് കാണിച്ചു കൊടുത്തു. അന്ന് മുതൽ ആധുനിക യുഗത്തിലെ ജനങ്ങൾക്ക് വരെ അവിടുന്ന് ഏറ്റവും മനോഹരമായ ഒരു മാതൃകാ നേതാവാണ്, ഒരു റോൾ മോഡലാണ്, ഒരു ഗൈഡാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ വരെ വിശേഷിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, മുത്തുനബി തങ്ങളുടെ അതിദാരുണമായ അല്ലെങ്കിൽ ഏറ്റവും അങ്ങേയറ്റത്തിലുള്ള മുത്തുനബി തങ്ങളുടെ സഹനശക്തി കൊണ്ട് അന്നത്തെ കാലത്തിലുള്ള എല്ലാവിധ അക്രമ പ്രവർത്തനങ്ങളും എല്ലാവിധ ക്രൂരമാക്ക പ്രവർത്തനങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറികടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 63 വർഷക്കാലത്തെ ജീവിതം എടുത്തു നോക്കിയാൽ അതിൽ ഉൾക്കൊള്ളാത്ത ഒരു മേഖലയുമില്ല. അവിടുന്ന് ഏറ്റവും മികച്ച കൂട്ടുകാരനായിരുന്നു, ഏറ്റവും മികച്ച ഒരു ലീഡറായിരുന്നു, ഏറ്റവും മികച്ച സൈന്യാധിപനായിരുന്നു, ഏറ്റവും മികച്ച ഭർത്താവായിരുന്നു, ഏറ്റവും മികച്ച ഉപ്പയായിരുന്നു. ഇങ്ങനെ സമൂഹത്തിന്റെ നാനാതുറകളിൽ ഏതെല്ലാം മേഖലകൾ ഓരോ മനുഷ്യനും കൈവയ്ക്കേണ്ടതുണ്ടോ ആ മേഖലകളെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ നമുക്ക് വേണ്ടി ജീവിച്ചു കാണിച്ചു തന്നു. ആ മുത്തുനബി തങ്ങളുടെ ജീവിതത്തിലെ മഹനീയമായ പാഠങ്ങൾ നമുക്ക് സ്വായത്തമാക്കാനുള്ള തൗഫീക്ക് റബ്ബ് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.